ഹായ് ഹലോ കൂട്ടുകാരെ, മഹാലക്ഷ്മി സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മേഘൻ്റെയും മഞ്ജുവിൻ്റെയും വിവാഹത്തിൽ നിന്നും മേഘൻ പിന്മാറണമെന്നും പറഞ്ഞ് മേഘനെ ഭീഷണിപ്പെടുത്തുകയാണ് മഹാലക്ഷ്മി. മേഘൻ പിന്മാറിയില്ലെങ്കിൽ മേഘൻ്റെ വിവരങ്ങളെല്ലാം കണ്ണൻ താമസിയാതെ അറിയും. ഇതേസമയം ശ്രീമതിയും വാമദേവനും മേഘനെ പെട്ടെന്ന് തന്നെ വിവാഹം കഴിക്കാൻ നിർബന്ധിക്കുകയാണ്. എന്നാൽ തനിക്ക് ചില കാര്യങ്ങൾ ചെയ്തു കൂട്ടാനുണ്ടെന്നും അത് കഴിഞ്ഞിട്ടാകാം വിവാഹമെന്നുമാണ് മേഘൻ പറയുന്നത്. ഇവിടെ മഹാലക്ഷ്മിക്കെതിരെ സാഗറിനെ മുൻനിർത്തി പുതിയ ചില തന്ത്രങ്ങൾ പ്ലാൻ ചെയ്യുകയാണ് മേഘൻ. പിന്നീട് സാഗറിനെ കാണാൻ മേഘൻ അങ്ങോട്ട് ചെല്ലുന്നു. സാഗറിനോട് മേഘൻ പറയുകയാണ്, മഹാലക്ഷ്മി ഇതുവരെയും നിന്നെക്കുറിച്ച് കണ്ണനോട് പറഞ്ഞിട്ടില്ല. അതായത് അവൾക്ക് നിന്നോട് താല്പര്യമുണ്ട്. അതുകൊണ്ട് നീയും പിന്മാറരുത്. നീ നിന്റെ മനസ്സ് മഹാലക്ഷ്മിക്ക് മുന്നിൽ തുറന്നു കാണിച്ചു. ഇനി അവളും നിന്റെ മനസ്സ് നിനക്ക് മുന്നിൽ തുറന്നു കാണിക്കുകയും നിന്നെ പൂർണ്ണമായും സ്വീകരിക്കുകയും ചെയ്യും. ഇത് കേട്ട് ഇനിയും പ്രതീക്ഷയ്ക്ക് വകയുണ്ട് എന്ന് വിശ്വസിച്ച് നിൽക്കുകയാണ് സാഗർ. പിന്നീട് മോഹിനിയും പ്രതാപനും കൂടി കമലേശ്വരത്തേക്ക് കരുണയെ കാണാൻ വരുന്നു. കരുണയ്ക്ക് ആവശ്യമായ പലഹാരങ്ങളുമായിട്ടാണ് മോഹിനിയും പ്രതാപനും വരുന്നത്. മോഹിനിയെ കാണുന്നതോടുകൂടി മഹാലക്ഷ്മിയുടെ മനസ്സ് നിറയുന്നു. മഹാലക്ഷ്മി മോഹിനിക്കും പ്രതാപനും എല്ലാവർക്കും വേണ്ടി ഭക്ഷണമൊരുക്കുകയും ചെയ്യുന്നു. ഭക്ഷണം കഴിക്കുന്നതിനിടയിൽ പ്രതാപൻ പറയുകയാണ്, കണ്ണനെ ഇനി തോമസ് വൈദ്യനെന്നല്ല വേറെ ആര് ചികിത്സിച്ചാലും ഒരു മാറ്റവും വരാൻ പോകുന്നില്ല. ചികിത്സ എന്ന പേരിൽ കുറേ പണം കൊണ്ട് കളയാവുന്നതേ ഉള്ളൂ. ഇത് കേട്ട് മഹാലക്ഷ്മിക്ക് വളരെ ദേഷ്യം വരുന്നു. മഹാലക്ഷ്മി പറയുകയാണ്, ആരെന്ത് പറഞ്ഞാലും കണ്ണൻ്റെ ചികിത്സ ഞാൻ മുടക്കുകയില്ല. അതിനിടയ്ക്ക് ചിലർ കണ്ണനെ കൊല്ലാതിരുന്നാൽ മാത്രം മതി എന്നും പറഞ്ഞ് രൂക്ഷമായി പ്രതാപനെ നോക്കുകയാണ് മഹാലക്ഷ്മി. ഇത് കേട്ട് പ്രതാപനും കരുണയും ഞെട്ടുന്നു. സത്യങ്ങളെല്ലാം മഹാലക്ഷ്മി തിരിച്ചറിഞ്ഞു എന്ന് പ്രതാപനും കരുണയ്ക്കും മനസ്സിലാകുന്നു. ഇതോടുകൂടിയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.